ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാ കൂട്ടുകാർക്കും പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു. നമ്മുടെ 2025 വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. എല്ലാ സബ്ജക്റ്റും പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും, പുതിയ സിലബസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ പാഠം ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിന്റെ പേരാണ് വരകൾ, രൂപങ്ങൾ. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ 6 പാഠങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്റർ വരകളെക്കുറിച്ചാണ്. വരകളെക്കുറിച്ചും രൂപങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാഠത്തിന്റെ ഫസ്റ്റ് പേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ചിത്രം എന്താണെന്ന് നോക്കിക്കേ. സ്കൂളിലെ ചിത്രമാണ് അല്ലേ. സ്കൂളിന്റെ പേരെന്താ? ഗവൺമെന്റ് LP സ്കൂൾ കടലുവാണി. അപ്പോൾ ഇവിടെ നോക്കൂ, സ്കൂളുണ്ട്. മതിൽ നോക്കിക്കേ, മതിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്താണ് കൊടുത്തിരിക്കുന്നത്? പല രൂപങ്ങൾ വെച്ച് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കൂ, എന്തെല്ലാമാണ് കാണുന്നത്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതൂ. ചിത്രത്തെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു കേട്ടോ. രണ്ടാമത്തെ പേജ് നോക്കിക്കേ. ചിത്രം നോക്കൂ, വരയ്ക്കൂ. ആദ്യ പേജിലെ ചിത്രം കണ്ടല്ലോ, മതിലിലെ ചിത്രങ്ങൾ കണ്ടില്ലേ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കൂ. ഇവിടെ കാണുന്ന ബോക്സിനകത്ത് നിങ്ങൾ ആ മതിലിൽ കണ്ട ഏത് ചിത്രമാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് ആ ചിത്രം വരയ്ക്കുക. അടുത്ത ദിനാഘോഷം. കടലുവാണി സ്കൂളിലെ ജൂൺ 8 നടക്കുന്ന ദിനാഘോഷം എന്താണ്? ജൂൺ 8 എന്താണ്? ലോക സമുദ്ര ദിനാഘോഷമാണ്. നിറം കൊടുക്കൂ. ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു. അനുവും സുബിയും അതിലും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാക്കി. ഒരു കടലാസ് കൊണ്ട് മീൻ ഉണ്ടാക്കിയിരിക്കുന്നു, കാരണം ലോക സമുദ്ര ദിനാഘോഷമാണ്. അതുമായി ബന്ധപ്പെട്ട് അലങ്കരിക്കാൻ വേണ്ടി മീൻ ഉണ്ടാക്കുകയാണ്. അവർ ഉണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ തൂക്കിയിട്ടിരിക്കുന്നു. നോക്കൂ, ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കൂ. അപ്പൊ ചിത്രങ്ങൾക്ക് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. അപ്പൊ നിറം കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഓരോ രൂപത്തിനും ഓരോ നിറം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് രൂപങ്ങൾ തിരിച്ചറിയാൻ എളുപ്പമാവുക. വരയ്ക്കൂ, നിറം കൊടുക്കൂ. തന്നിരിക്കുന്ന രൂപത്തോട് മറ്റു രൂപങ്ങൾ ചേർത്ത് വരച്ച് മീൻ വരയ്ക്കൂ. ഇവിടെ എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് രൂപങ്ങൾ തന്നിട്ടുണ്ടായിരുന്നത്. അതിനെന്ത് ചെയ്യുക? കംപ്ലീറ്റ് നമ്മൾ വേറെ രൂപം കൂടി ചേർത്ത് വരച്ച് മീനാക്കി മാറ്റി അതിന് നിറം കൊടുക്കാനാണ് പറയുന്നത്. പല രൂപങ്ങൾ. കടലാസ് മീനുകളിൽ ഏതെല്ലാം രൂപങ്ങളാണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾക്ക് അറിയാവുന്ന രൂപങ്ങൾ വരച്ച് പട്ടികയാക്കൂ. ഏതൊക്കെ രൂപങ്ങളാണ്? വൃത്തം, ത്രികോണം, ചതുരം അല്ലേ? ഈ രൂപങ്ങളാണ് നമ്മൾ കടലാസ് മീനുകളിൽ കണ്ടത്. വൃത്തം, ത്രികോണം, ചതുരം. ഇനി ഈ രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഈർക്കിൽ മീൻ. ഇവിടെ ഒരു മീനിന്റെ ചിത്രം നമുക്കിവിടെ ക്ലിയർ ആയിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ ഒരു മീനിന്റെ ചിത്രമുണ്ട്. അത് ഈർക്കിൽ വെച്ച് വരച്ച മീനാണ് കേട്ടോ. ഈർക്കിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു മീനിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈർക്കിൽ കഷ്ണങ്ങൾ കടലാസിൽ ഒട്ടിച്ച് അതിൽ തയ്യാറാക്കിയ മീനാണ് ചിത്രത്തിൽ. ഇത്തരം രൂപങ്ങൾ നിങ്ങളും തയ്യാറാക്കൂ. ദിനാഘോഷങ്ങൾക്ക് അവ ഉപയോഗിക്കണേ. അപ്പൊ ഇതുപോലെ ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് മീൻ നിർമ്മിക്കാനാണ് പറയുന്നത്. ക്ലാസ്സിൽ പറഞ്ഞു തരും ടീച്ചർ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ അതുപോലുള്ള മീനുകൾ നിർമ്മിക്കാനാണ് പറയണത്. അടുത്ത ടോപ്പിക് ചിത്രശലഭം. ആഘോഷത്തിന് സ്കൂളും ക്ലാസ്സും അലങ്കരിക്കണം. അതിനായി പുതിയ രൂപങ്ങൾ വരയ്ക്കാം. വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭം നോക്കൂ. നിറം കൊടുത്ത് ശലഭത്തെ ഭംഗിയാക്കൂ. വിവിധ രൂപങ്ങൾ, ഏതൊക്കെ രൂപങ്ങൾ ഇതിലുണ്ട് നോക്കൂ. നമ്മളിപ്പോൾ 3 രൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. വൃത്തം, ചതുരം, ത്രികോണം. ഈ 3 രൂപം ഈ ചിത്രത്തിലില്ലേ? ഉണ്ട് അല്ലേ? അപ്പൊ വൃത്തത്തിനെല്ലാം ഒരു നിറം കൊടുക്കുക, ത്രികോണത്തിനെല്ലാം ഒരു നിറം, ചതുരത്തിനെല്ലാം ഒരു നിറം എന്ന രീതിയിൽ കൊടുക്കൂ. നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾ നിറം കൊടുക്കുമ്പോൾ പുറത്തൊന്നും പോവാതെ വൃത്തിയായിട്ട് കൊടുക്കുക നിറം കൊടുക്കുമ്പോൾ. ശലഭത്തിലെ രൂപങ്ങൾ ഏതെല്ലാം എന്ന് എഴുതൂ. ഏതെല്ലാമാണ്? ത്രികോണമുണ്ട്, വൃത്തമുണ്ട്, ചതുരമുണ്ട്. നമ്മൾ പഠിച്ച 3 രൂപമുണ്ട് അല്ലേ? ഇനി ഒരു പസിൽ കോർണർ ആണ്. പസിലിന്റെ ഉത്തരം എന്താന്ന് നമുക്ക് നോക്കാം. എന്നെ നിർമ്മിക്കാൻ 3 വര മതി. ഞാനാര്? അതായത് നമ്മൾ പഠിച്ചതില് വൃത്തം ഉണ്ടാക്കാൻ വര വേണോ? വേണ്ട. ചതുരം ഉണ്ടാക്കാൻ എത്ര വര വേണം? എത്ര ഈർക്കോൽ വേണം? 4 എണ്ണം വേണം. 3 വര വെച്ച് വരയ്ക്കുന്ന രൂപം ഏതാ? ത്രികോണം. ഏതാണ്? ത്രികോണം. വശം അളക്കാം. കണക്കുപെട്ടിയിലെ ഒരു ചതുരക്കാട് ഉപയോഗിച്ച് ചതുരം വരയ്ക്കൂ. ഇവിടെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഒരു ചതുരം വരയ്ക്കാനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ചതുരത്തിന് എത്ര വര വേണം? 4 വര വേണം. 4 വരയും എന്താവരുത്? അതായത് എതിർവശങ്ങൾ മാത്രമായിരിക്കണം തുല്യമാവേണ്ടത്. ഇപ്പൊ നമ്മൾ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് പോലെ. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് നോക്കൂ. വശങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് വശങ്ങൾ എന്ന് പറയുന്നത്? ഇതാണ് വശങ്ങൾ. നമ്മളിവിടെ വര വരച്ചിട്ടുണ്ട്. ഇത് 1, 2, 3, 4. എത്ര വശമുണ്ട്? 4 വശം. മൂലകൾ എത്ര ഉണ്ട്? മൂലകൾ എന്ന് പറയുന്നത് ഈ കോർണർ ആണ് കേട്ടോ. ഇതാണ് മൂലകൾ എന്ന് പറയുന്നത്. എത്ര? 1, അതേപോലെ ഇതാ 2, 3,
4. എത്ര മൂലകളുണ്ട്? അതും 4. അപ്പൊ ചതുരത്തിന് എത്ര വശമുണ്ട്? ചതുരത്തിന് 4 വശങ്ങളുണ്ട്. ചതുരത്തിന് 4 മൂലകളുണ്ട്. നിങ്ങൾ വരച്ച അപ്പൊ നമ്മൾ ചതുരത്തിന് 2 പ്രത്യേകത പഠിച്ചു അല്ലേ? അപ്പൊ എപ്പോ ചോദിച്ചാലും പറയാൻ കിട്ടണം. ചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? ചതുരത്തിന് 4 വശങ്ങളുണ്ട്. ചതുരത്തിന് 4 മൂലകളുണ്ട്. നിങ്ങൾ വരച്ച ചതുരത്തിന്റെ വശങ്ങളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതൂ. അപ്പൊ ഇവിടെ നിങ്ങൾ വരച്ചൊരു ചതുരം ഉണ്ടാവുമല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ വരച്ച ഈ ചതുരത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എത്ര സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം കേട്ടോ. പക്ഷെ എന്തായിരിക്കണം? ചതുരം വരയ്ക്കുമ്പോൾ എതിർവശങ്ങൾ തുല്യമായിരിക്കും. എതിർവശം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങൾ വരച്ചത് ഈ വരയാണ് വിചാരിക്കുക. ഇതിനിപ്പോ നിങ്ങൾ എടുത്ത സെന്റിമീറ്റർ സ്കെയിലില് നിങ്ങൾ എടുക്കുന്നത് ഒരു 3 സെന്റിമീറ്റർ എടുത്തു വിചാരിക്കുക. ഒരു 3 സെന്റിമീറ്റർ നിങ്ങൾ എടുത്തെങ്കിൽ ഇവിടെയും നിങ്ങൾ എന്തായിരിക്കണം? 3 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെയും 3 സെന്റിമീറ്റർ എടുക്കരുത്. അങ്ങനെ എടുത്താൽ അത് വേറൊരു രൂപമായി മാറും. ഇവിടെ എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും എന്താണ് വേറെ സംഖ്യ ആയിരിക്കണം ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ 3 എടുത്തു ഞാൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 എടുത്തു. ഇവിടെയും ഞാൻ അപ്പം എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഓക്കെ. അപ്പൊ എതിർവശങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ വശം 1. അപ്പൊ ഇത് നമുക്ക് വശം 1 കൊടുക്കാം. വശം 1 എന്തായിരിക്കും? ഞാൻ വരച്ച ഇതിന് എന്തായിരിക്കും? 3 ആണെന്ന് വിചാരിക്കുക. 3. ഞാൻ വരച്ച ഈ ചതുരത്തിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എത്ര സെന്റിമീറ്ററിലാണ് വരയ്ക്കുന്നത് ആ സെന്റിമീറ്റർ ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. വശം 1 ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് 3 ആണ്. അപ്പൊ വശം 2. വശം 2-ന് 2 സെന്റിമീറ്റർ. അപ്പൊ വശം 3-ന് 3 സെന്റിമീറ്റർ. വശം 4-ന് 2 സെന്റിമീറ്റർ. അതിന്റെ അർത്ഥം അടുത്ത പ്രത്യേകത നമ്മൾ ചതുരത്തിന്റെ അടുത്തൊരു പ്രത്യേകത എന്താണ് പറയുന്നത്? എതിർവശങ്ങൾ തുല്യമാണ്. അപ്പൊ ചതുരത്തിന്റെ നമ്മൾ 3 പ്രത്യേകതകൾ പഠിച്ചു. 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്, എതിർവശങ്ങൾ തുല്യമാണ്. ആണെങ്കിൽ എന്താണത്? ചതുരം. ഈർക്കിൽ ചതുരം 5 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ നീളമുള്ള രണ്ട് വീതം ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് അതുൽ, ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം? എന്തുകൊണ്ട്? ഇത് അതിലുണ്ടാക്കിയ ചതുരം, ഇത് ബിൻസ് ഉണ്ടാക്കിയത്. ഇതിൽ ഏത് ചതുരമാണ്? നോക്കിയിട്ട് പറഞ്ഞേ, ഏതാണ് ചതുരം എന്ന് പറയുന്നത്? നമുക്ക് നോക്കുമ്പോൾ ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആരുണ്ടാക്കിയതാണ് ചതുരം? അതുലുണ്ടാക്കിയത്. കാരണം എന്താണ്? എന്തുകൊണ്ട് ഇവിടെ ചോദ്യമുണ്ട്. ആ എന്തുകൊണ്ട് എന്നുള്ളൊരു ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇത് ഉത്തരമാണ് കേട്ടോ. ആ എന്തുകൊണ്ടെന്നുള്ള ഉത്തരം. അതിലുണ്ടാക്കിയ ചതുരത്തിൽ ഇടതും വലതും വശങ്ങൾ കുത്തനെയാണ്. എപ്പോഴും ചതുരം എന്ന് പറയുമ്പോൾ അത് കുത്തനെയായിരിക്കണം. ഇടതും വലതും വശം, ഇടതുവശവും വലതുവശവും എന്തായിരിക്കണം? കുത്തനെയായിരിക്കണം. ഇതുപോലെ ചെരിവ് പാടില്ല. ഓക്കെ. ചെരിവ് വന്നാൽ അത് വേറൊരു രൂപമായി മാറും. അപ്പൊ എന്തുകൊണ്ടെന്നുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബിൻസ് ഉണ്ടാക്കിയ രൂപം ചതുരമല്ല. എന്തുകൊണ്ടാണ്? അത് കുത്തനെയല്ല അല്ലെ? കുത്തനെയല്ല, ചരിവുണ്ട്. അതിന്റെ ഈ രൂപത്തിന്റെ ബിൻസ് ഉണ്ടാക്കിയ രൂപത്തിന്റെ പേരാണ് സാമന്തരികം എന്ന് പറയുന്നത്. അതിന്റെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ചതുരത്തിന്റെ 4 കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. സാമന്തരികം 90 ഡിഗ്രി കോണുകൾ അല്ല. അതായത് നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ പറയുമ്പോൾ നമ്മൾ 90 ഡിഗ്രി നിങ്ങൾക്ക് ഡിഗ്രീന്റെ അടിസ്ഥാനത്തിൽ പറയാതെ നമുക്ക് കുത്തനെ അളവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ചതുരത്തിന്റെ 4 വശങ്ങളും എന്തായിരിക്കണം? കുത്തനെയായിരിക്കണം അല്ലെ? ചതുരത്തിന്റെ ഇടതും വലതും വശങ്ങൾ കുത്തനെയാണ്. ബിൻസ് ഉണ്ടാക്കിയത് ചതുരമല്ല. കാരണം എന്താണ്? ഇടതും വലതും വശങ്ങൾ കുത്തനെയല്ല. അപ്പൊ ചതുരത്തിന്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ചതുരത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ചതുരത്തിന് 4 വശങ്ങളുണ്ട്, ചതുരത്തിന് 4 മൂലകളുണ്ട്, മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ്. ഈ പോയിന്റാണ് നമ്മൾ കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനം പറഞ്ഞത്. ഇടതും വലതുമുള്ള വരകൾ എങ്ങനെയാണ്? കുത്തനെയുമാണ്. 2 വികരണം ഉണ്ടാവും. സമാന്തര വശങ്ങൾ തുല്യ അളവായിരിക്കും. അടുത്തത് ചതുരം പലതരം. കണക്കുബെഡിലെ ചതുരക്കടകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കുക. സ്കെയിൽ ഉപയോഗിച്ച് വശങ്ങൾ അളന്ന് പട്ടികയിൽ എഴുതും. അപ്പൊ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഈ വശങ്ങൾ ചതുരങ്ങളുടെ ഓരോ ചതുരങ്ങളുടെ വശങ്ങളും അളക്കുക. സ്കെയിൽ ഉപയോഗിച്ച് അളന്ന ശേഷം എന്ത് ചെയ്യുക? ചതുരം 1 കണ്ടില്ലേ? ചതുരം 1 ഇവിടെ വശം 1-ന് എത്ര സെന്റിമീറ്റർ, വശം 2-ന് എത്ര സെന്റിമീറ്റർ, വശം 3-ന് വശം 4-ന് എത്ര സെന്റിമീറ്റർ എന്ന് എഴുതുക. അതേപോലെ 4 ചതുരത്തിന്റെ അളവുകൾ എഴുതുക. അളവുകളുടെ പ്രത്യേകത എന്താണെന്ന് എഴുതുക. അത് ഇവിടെ എന്താ നിങ്ങൾ കണ്ടെത്തിയത് അതാണ് എഴുതേണ്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിലെ ഈ ചിത്രങ്ങൾ അളന്ന ശേഷം വേണം എഴുതണമെങ്കിൽ. അടുത്തത് മറ്റൊരു ചതുരം. പലതരം ചതുരങ്ങൾ കണ്ടല്ലോ. അതിൽ 3-ാമത്തെയും 4-ാമത്തെയും ചതുരങ്ങൾ നോക്കൂ. എന്താണ് 3-ാമത്തെയും 4-ാമത്തെയും ചതുരം? നോക്കിക്കേ. ചതുരം 3-ഉം ഈ ചതുരം 4-ന്റെയും കാര്യമാണ് പറയണത്. ഇത്തരം ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ട ഈർക്കിൽ കഷ്ണങ്ങൾ എടുക്കൂ. നിങ്ങൾ എടുത്ത ഈർക്കിൽ കഷ്ണങ്ങളുടെ നീളത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ നിങ്ങൾ ആദ്യം ആ വശങ്ങൾ അളക്കണം. വശങ്ങൾ ഇവിടെ നമ്മൾ അളന്ന് പട്ടികയിൽ എഴുതിയില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ആ ചതുരങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അടുത്തിവിടെ ഒരു പസിൽ കോർണർ ഉണ്ട്. എത്ര മൂലകൾ? ചതുരക്കടലാസിന്റെ ഒരു മൂല മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട്? ഉത്തരം എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക.
അടുത്തത് സമചതുരത്തിന്റെ പ്രത്യേകതകൾ എഴുതൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമചതുരമാണ് പറയുന്നത്. സമചതുരം എന്ന് വെച്ചാൽ നമ്മൾ ചതുരം സമചതുരം തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, സമചതുരം 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം. എല്ലാ സമചതുരവും ചതുരമാണ്, എന്നാൽ എല്ലാ ചതുരവും സമചതുരമല്ല. സമചതുരം വെച്ചാൽ 4 വശവും തുല്യ അളവായിരിക്കും. അതാണ് സമചതുരത്തിന്റെ പ്രധാന പ്രത്യേകത. അതായത് നമ്മൾ ചതുരം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു 4 വശമുണ്ട്, പക്ഷെ എതിർവശമാണ് തുല്യം അല്ല, എതിർവശങ്ങൾ മാത്രമാണ് തുല്യം, എല്ലാ വശവും തുല്യമല്ല. പക്ഷെ സമചതുരം പറഞ്ഞാൽ എല്ലാ വശവും തുല്യം. ഇപ്പൊ ഇവിടെ ഞാൻ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 സെന്റിമീറ്റർ, ഇവിടെയും 2 സെന്റിമീറ്റർ, ഇവിടെയും 2 സെന്റിമീറ്റർ, എല്ലാ വശവും തുല്യമാണെങ്കിൽ അതെന്താണ്? സമചതുരം. സമചതുരത്തിന്റെ പ്രത്യേകതകളാണ് എഴുതാണത്. 4 വശങ്ങളുണ്ട്, 4 വശങ്ങൾക്കും ഒരേ അളവായിരിക്കും, തുല്യമായിരിക്കും. 2 വികരണം ഉണ്ടാവും, 4 അകക്കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ചതുരത്തിനുള്ളിലെ സമചതുരം. ഇവിടെ നമ്മൾ ഒരു ചതുരം വരയ്ക്കാൻ പറയുന്നുണ്ട്. ഈ ചതുരത്തിനുള്ളിൽ ഒരു വര മാത്രം വരച്ച് സമചതുരം വരയ്ക്കും. ഇതുപോലെ ഒരു വര മാത്രം. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഇവിടുത്തെ അളവായിരിക്കണം എടുക്കേണ്ടത്. ഈ അളവ് എടുക്കണം. ഇത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. എത്രയാണോ സെന്റിമീറ്റർ അതേ സെന്റിമീറ്ററിൽ എന്ത് ചെയ്യണം? ഇവിടെയും മാർക്ക് ചെയ്യുക, ഇവിടെയും മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലൈൻ വരയ്ക്കണം. അപ്പോഴേ അതെന്താവുള്ളൂ? ഒരു സമചതുരം ആകുള്ളൂ. അടുത്തതൊരു സമചതുര കട്ട ഉണ്ടാക്കാനാണ് പറയുന്നത്. ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ കട്ടിക്കടലാസിൽ വരച്ച് വെട്ടിയെടുത്ത് ടീച്ചറിന്റെ സഹായത്തോടെ ഒരു സമചതുര കട്ട ഉണ്ടാക്കുക. അടുത്തത് ജിയോ ബോർഡ്. ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക. അവയുടെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. ഒരു ആണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ എന്ത് രൂപം കിട്ടും? ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു ആണി അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണി എന്നാ പറയുന്നത്. ഏറ്റവും അടുത്തുള്ള 3 ആണിയും കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ അപ്പൊ വരുന്ന രൂപം പറയുന്നത് സമചതുരമായിരിക്കും. അടുത്തത് ഗണിത ക്ലബ്ബ്. ഗണിത ക്ലബ്ബ് ഉദ്ഘാടനത്തിന് കൂട്ടുകാർ ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ. ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട്? അലങ്കാരത്തിനായി അവർ ഉപയോഗിച്ച ചില രൂപങ്ങളാണ് ചുവടെയുള്ള ചിത്രത്തിൽ രൂപത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ രൂപത്തിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. അവയുടെ പേര് എഴുതണം. അതായത് ഈ ഓരോ രൂപത്തിന്റെ പേരെന്താ നമുക്ക് എഴുതാം. ഈ ഫസ്റ്റ് കാണുന്ന രൂപത്തിന്റെ പേരാണ് വൃത്തസ്തൂപിക. അടുത്തത് ചതുരക്കട്ട, മൂന്നാമത്തത് സമചതുരക്കട്ട, നാലാമത്തത് ഗോളം. ഓക്കെ, അടുത്ത ടോപ്പിക് കണ്ടെത്താം. ചുറ്റുപാട് കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തൂ. വസ്തുക്കളുടെ പേര് താഴെ എഴുതൂ. അപ്പൊ ചതുരക്കട്ടയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടിട്ടുണ്ടാവുക അതാണ് എഴുതേണ്ടത്. നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുക, ഇതിന്റെ കൂടെ എഴുതി ചേർക്കുക. സമചതുരക്കട്ടയിൽ എന്തൊക്കെ വരാം? ഇഷ്ടിക, പുസ്തകം, തീപ്പെട്ടി, പെൻസിൽ ബോക്സ്. ഗോളരൂപം ഭൂമി, ബോൾസ്, ബലൂണ്. സമചതുരക്കട്ട റൂബിക്സ് ക്യൂബ്, പെട്ടികള്. വൃത്തസ്തൂപിക തൊപ്പികള്, ഐസ്ക്രീം കോൺ, ക്രിസ്മസ് ട്രീ എല്ലാം വരും. ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, എഴുതി ചേർക്കുക. അടുത്തത് ടാൻഗ്രാം. ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിന്റെ കവർ പേജിന്റെ പിൻഭാഗത്തുള്ളത്. ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കൂ എന്നാണ് പറയുന്നത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലെത്തി, ലാസ്റ്റ് പേജിലെത്തി തുടർ പ്രവർത്തനങ്ങൾ എത്തിയിരിക്കുകയാണ്. ചെയ്ത് നോക്കേണ്ടത്. ഫസ്റ്റ് ചോദ്യം എന്താന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കില്ല, അതായത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി റീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് എന്ത് ചെയ്യാനാണ്? ടിക്ക് അടയാളം കൊടുക്കുക. സമചതുരത്തിന് ചുവപ്പ് നിറം കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക? 4 ചിത്രമുണ്ട് അല്ലെ? 4 ചിത്രത്തില് നമുക്ക് ചതുരം പഠിച്ചു, നമ്മൾ സമചതുരം പഠിച്ചു. ചതുരത്തിന് എന്ത് ചെയ്യുക? ടിക്ക് കൊടുക്കുക. സമചതുരത്തിന് ചുവപ്പ് നിറം കൊടുക്കാനാണ് പറയുന്നത്. ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, മനു ആശംസ കാർഡ് ഉണ്ടാക്കുകയാണ്. വശത്തിന്റെ നീളം 8 എന്നാണ് കേട്ടോ. 8 സെന്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിന്റെ 4 വശത്ത് കമ്പിളി നൂൽ ഒട്ടിച്ചു. എത്ര സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത്? അടുത്ത മൂന്നാമത്തെ ചോദ്യം, ചതുരക്കാർഡ് ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ ഒരു ചതുരം വരയ്ക്കൂ. ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. വശങ്ങൾ അളന്നെഴുതുക. അടുത്ത നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിന്റെ അളവാണ്. ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ്? അതായത് ഇതിലെ ഏതൊക്കെ ABCD ഇതിൽ ഏതൊക്കെ അളവിന്റെ അടിസ്ഥാനം നമുക്ക് ചതുരം വരയ്ക്കാം? A നോക്കിക്കേ, 5, 8, 6, 7. 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെ 4 സെന്റിമീറ്റർ ചതുരം വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ചിരുന്നു
എന്താണ് എതിർവശങ്ങൾ തുല്യമായിരിക്കണം. രണ്ടെണ്ണം തുല്യമായി വരണം അല്ലെ. ബി നോക്കാം. ബി 5 6 7 9 തുല്യമാണോ? അല്ല. ഡി എങ്ങനെയാണ് നോക്കിക്കേ. ഡി 8 8 5 8 മൂന്ന് വശങ്ങൾ തുല്യമാണ്, അപ്പോഴും ചതുരമാവില്ല. സി എന്താണ്? 5 8 5 8 രണ്ടെണ്ണം തുല്യമാണെങ്കിൽ നമുക്ക് ചതുരം വരയ്ക്കാം. അപ്പൊ സി ആണ് ഉത്തരം. അടുത്തത്, താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏത്? ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക. സമചതുരം വരയ്ക്കാൻ കഴിയാത്തതാണ് ഏത് ചോദിക്കുന്നത് അല്ലെ. എ വശത്തിന്റെ നീളം 8 വീതം എന്ന് വെച്ചാൽ 4 വശവും 8 ആണെങ്കിൽ നമുക്ക് സമചതുരം വരയ്ക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. സി 4 വശവും 6 വീതം എന്ന് വെച്ചാൽ 4 വശവും 6 സെന്റിമീറ്റർ എടുത്താൽ നമുക്ക് സമചതുരം വരയ്ക്കാൻ പറ്റും. ബി 5 5 5 5 എന്ന് വെച്ചാൽ 4 വശവും 5 സെന്റിമീറ്റർ ആണെങ്കിൽ സമചതുരമാവും. ഡി നോക്കിക്കേ 5 5 6 6 അപ്പൊ അതെന്തായി മാറും? സമചതുരമല്ല, അത് ചതുരമായി മാറും. അപ്പൊ ഡി ഉപയോഗിച്ച് നമുക്ക് സമചതുരം വരയ്ക്കാൻ പറ്റില്ല, ചതുരമേ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഡി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം ഇവിടെ ചിത്രം ക്ലിയർ ആയിരിക്കില്ല, ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് പാറ്റേൺ ആണ് ഈ വരുന്ന 3 എണ്ണം വരച്ചിട്ടുണ്ട്. അടുത്ത പാറ്റേൺ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി ആണ് ഉത്തരം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ മൂന്നാമത്തിന്റെ ഉത്തരം നോക്കാം. രണ്ടാമത്തിന് മനു എന്ത് ചെയ്തു? 8 സെന്റിമീറ്റർ വരുന്ന ഒരു സമചതുരമാണ് വരച്ചിരിക്കുന്നത്. അതിന് എന്താണ് ചെയ്തിരിക്കുന്നത്? കമ്പിളി നൂല് ചുറ്റിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര കമ്പിളി നൂല് ആവശ്യമായി വരും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ ഒരു 8 സെന്റിമീറ്റർ എടുത്തു കമ്പിളി നൂല്, ഇവിടെ 8 ഇവിടെ 8 ഇവിടെ 8. അപ്പൊ എത്രയാണ്? 4 8 കൂടെ കൂട്ടിയാൽ 32. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 × 4 എടുത്താൽ മതി. ഇപ്പൊ എത്ര ഉത്തരം? 32 സെന്റിമീറ്റർ. സി എന്ന് എഴുതണം. എത്ര സെന്റിമീറ്റർ നൂല് വേണ്ടി വന്നു? 32 സെന്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം, ആദ്യം ഒരു സമചതുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെന്റിൽ അളവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു സമചതുരം വരയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മൾ 1 3 1 3 എന്നൊരു അളവിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഒന്നാമത്തെ സമചതുരം, ഒരു സമചതുരം വരച്ചു. എന്നിട്ട് ഇതിന്റെ ഏറ്റവും ചെറിയ അളവ് എന്ന് വെച്ചാൽ 1 അല്ലേ, ഈ 1നോട് ചേർന്ന് വീണ്ടും ഒരു സമചതുരം വരയ്ക്കുക. ചതുരമല്ല, സമചതുരം. ഇവിടെ 1 ആണ്. അപ്പൊ ഈ 1നേക്കാളും വേറൊരു അളവ് എടുത്തു. 2 ഇവിടെ 2 ഇവിടെ 1. അപ്പൊ ഇത് രണ്ടാമത്തെ സമചതുരം നമ്മൾ വരച്ചു. ഇനി അടുത്തത്, ഇതേ ഒന്നാമത്തെ സമചതുരത്തിന്റെ വലിയ വശത്തോട് ചേർത്തിട്ട് വേറൊരു സമചതുരം കൂടെ വരയ്ക്കും. ചതുരമാണോ സമചതുരമാണോ വരയ്ക്കാൻ പറയുന്നത്? ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചതുരക്കാട് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു ചതുരം വരയ്ക്കൂ. ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കൂ പറയുന്നത് അല്ലെ. സമചതുരമാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സമചതുരമാണ് വരയ്ക്കേണ്ടത് അല്ലെ. ഓക്കെ, അതായത് ചതുരക്കാട് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു ചതുരം വരയ്ക്കൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചതുരം വരച്ചു. ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരച്ച ഒന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇതില് ചതുരം തന്നെയാണ് വരയ്ക്കേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് 1 സെന്റിമീറ്റർ തന്നെ എടുക്കണം. ഇവിടെ 1 സെന്റിമീറ്റർ എടുക്കണം, ഇവിടെ 1 സെന്റിമീറ്റർ എടുത്തു. അപ്പോഴാണ് ഇതെന്താവുള്ളൂ? സമചതുരമായത്. ഇനി ഇതിന്റെ വലിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരം 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. അപ്പൊ എന്തായി? രണ്ടും സമചതുരമായി. 2 സമചതുരവും 1 ചതുരവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.